ഗുഡ് മോർണിംഗ് മാഡം. അമ്മാവൻ കളിയാക്കണ്ട. ഒഫീഷ്യലായിട്ടല്ല, വെറും ഫ്രണ്ട്ലി ആയിട്ടാ എന്റെ ഈ വിസിറ്റ്. അല്ല, എന്തൊക്കെയാ ഉണ്ടാക്കിയിരിക്കുന്നെ? പാത്രങ്ങൾ കുറെ ഉണ്ടല്ലോ. അതെ അതെ, നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ട്. നമ്മുടെ വക്കീലിന്റെ ഐഡിയ വെച്ച് കോണ്ടിനെന്റൽ ഡിഷസ് വരെ. വെജിറ്റേറിയൻ വേണ്ടവർക്ക് പായസം കൂട്ടി വാഴയിലുള്ള സദ്യ, ബുഫേ വേണ്ടവർക്ക് പാലപ്പവും ഉരുളക്കിഴങ്ങും തുടങ്ങി ചിക്കനും മട്ടണും ബിരിയാണി വരെ റെഡിയാ. പിന്നെ നെയ്ച്ചോറും ബീഫും ഫ്രൈഡ് റൈസും അനുസാരികളും വേറെയുണ്ട്. പായസം വേണ്ടാത്തവർക്ക് ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡും ടേസ്റ്റിനനുസരിച്ച് വേറെ വേറെ തയ്യാറാക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ, ഇവിടെ ഈ ദീപം കൊളുത്തി ഉദ്ഘാടനം കഴിഞ്ഞാൽ ഇനി കഴിക്കാൻ ആളിങ്ങി വന്നാ മാത്രം മതി എന്നർത്ഥം. വന്നത് തന്നെ. അതിനുള്ള പണിയൊക്കെ രാജേശ്വരിയും ബാലചന്ദ്രനും ചെയ്തു വെച്ചിട്ടുണ്ട്. സാമ്പാറിലെ പാറ്റയുടെ കഥ നാടാകെ പാട്ടാ. ഹോട്ടലിൽ തകർന്നുകൊണ്ട് പഴയതും പുളിച്ചതും ഒക്കെ ചേർത്ത് ഭക്ഷ്യമേള നടത്തുന്ന അടിച്ചു വിട്ടിരിക്കുന്നെ. ആരാ വരുന്നെന്നൊന്ന് കാണണം. അപ്പൊ പിന്നെ മാഡം തന്നെ ആ തിരിയങ്ങ് കൊളുത്തിയാലോ? തിരിയൊക്കെ ഞാൻ കൊളുത്താം, പക്ഷേ ഭക്ഷണം കഴിച്ച് ഉദ്ഘാടനം നടത്താൻ എന്നെ നിർബന്ധിക്കരുത്. അത് നമ്മൾ ആരും അല്ലാതെ ഒരു യഥാർത്ഥ കസ്റ്റമർ തന്നെ വരട്ടെ, എന്നിട്ട് മതി. എന്താ, സമ്മതിച്ചോ? സമ്മതം. വരും മാഡം. എന്താ കുറുപ്പ് സാറേ ഇത്? നേരം കുറെ ആയല്ലോ, ആരെയും ഇങ്ങോട്ട് കാണാനുമില്ല. അതിനുള്ള പരിപാടി ബാലചന്ദ്രൻ ചെയ്തിട്ടുണ്ട്. ആരോ ഇടയ്ക്ക് നിന്ന് നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുടുംബശ്രീയിലെ പതിവ് ആരെ പോലും ഇങ്ങോട്ട് കാണാനില്ലല്ലോ. അതിപ്പോ ഇടയ്ക്ക് നിന്ന് ആര് കളിക്കാനാ? ഈ ഭക്ഷ്യമേളയുടെ കാര്യം ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാ തോന്നുന്നേ. നോ, നാട് മുഴുവനും അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് പോയ എല്ലാ പത്രക്കെട്ടിലും നോട്ടീസ് വെച്ചിട്ടുണ്ടായിരുന്നു. ലോക്കൽ ചാനലിൽ ഞങ്ങൾ പരസ്യം കൊടുത്തിട്ടുണ്ട്. FBയിലും ഇൻസ്റ്റയിലും പോസ്റ്റുകൾ വേറെ. അതിനപ്പുറം ഇനി എന്ത് പബ്ലിസിറ്റി ചെയ്യാനോ? എന്ത് ചെയ്താലും നന്നാവാൻ വിധിയില്ല, അത്ര തന്നെ. എന്റെ കാര്യത്തിൽ എപ്പോഴും അങ്ങനെയാ. ഓരോ കാര്യത്തിലും ഒരുപാട് മോഹിപ്പിച്ചിട്ട് അവസാന നിമിഷം ദൈവം അത് തിരിച്ചെടുത്ത് കളയും. അമ്മേ, അല്ലേ, ഇനിയിപ്പൊ ഇത്രയും ഭക്ഷണം എന്ത് ചെയ്യാനാ? നമ്മളൊന്നും കഴിച്ചാ തീരില്ലല്ലോ. ആ, കുഴിവെട്ടി മൂടേണ്ടി വരുമായിരിക്കും അല്ലേ? ഏയ്, ഭക്ഷണം കുഴിവെട്ടി മൂടാനോ? അനാഥാലയത്തിലോ അഗതി മന്ദിരത്തിലോ കൊടുത്തുവിടാം. 1 മണി അന്നം കളയാന്ന് വെച്ചാലേ അത് മഹാപാപമാ. ഓ, ഒരു വറ്റ് ചോറിന് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. മക്കളെ, നിങ്ങൾ ഈ ചെയ്തതിനൊക്കെ ഒരു ആയുസിന്റെ കടപ്പാടുണ്ട്. പക്ഷെ ഖണ്ഡകശനി ശാരദയുടെ നെറുകെ നിൽക്കുകയെന്ന് തോന്നുന്നു. അത്രക്കാരെ സഹായിക്കാൻ പോയാ അവർക്കും കിട്ടും അതിന്റെ ഒരു പങ്കെന്നാ പറയുന്നത്. ഏതായാലും നിങ്ങൾ ഓരോരുത്തരും മുടക്കിയ ഓരോ ചില്ലിത്തൊട്ടും ഞാൻ മുടക്കിത്തരും. അതെന്റെ വാക്ക്, വിശ്വസിക്കാം. അതല്ലല്ലോ ശാരദാമ്മേ നമ്മുടെ ഇവിടുത്തെ വിഷയം. ഭക്ഷ്യമേളയ്ക്ക് ആള് വരാത്തത് എന്താന്നാ? ആള് വരും ഉടൻ തന്നെ. ദേ അത് നോക്കി. വെരി ഗുഡ്. ദേ, പെണ്ണിന്റെ ചെറുക്കന്റെ മുന്നിൽ വെച്ച് ഇത് ഞങ്ങൾ ആണുങ്ങൾ തമ്മിലുള്ള വാക്ക്. ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങൾക്ക് എന്താ കുറവ്? ഇവിടെ ആദ്യം ഈ പ്രൊപ്പോസൽ വെച്ചതും ഉറപ്പിച്ചതും ഒക്കെ ഞാനും സർലയും കൂടിയാ. പിന്നെ നിങ്ങൾ അറിഞ്ഞതുപോലും. ശരി ശരി, സമ്മതിച്ചു.
സരളയുടെ പരാതി ഇവളെ ഇപ്പോ വീട്ടിലേക്ക് കിട്ടുന്നില്ല എന്നുള്ളതാ. പക്ഷെ ഇവിടെ വന്ന് താമസിച്ചിട്ട് പോലും വിഷ്ണുവിനെ കണി കാണാൻ കിട്ടുന്നില്ലെന്ന ഇവളുടെ പരാതി. ഇവനാണെങ്കി ഏതു നേരവും തിരക്കും. കുട്ടികളല്ലേ, ഈ സമയത്താ അധ്വാനിച്ച് 10 പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്. പ്രേമിച്ചോണ്ടിരുന്നാ മതിയോ? അക്കാര്യത്തിൽ ഞാൻ വിഷ്ണുവിന്റെ കൂടെയാ, അല്ലടാ മോനെ? അച്ഛൻ അങ്ങനെ പറയൂ. എന്നെ അമ്മ ഇവിടെ തനിയെ വിട്ടിട്ട് കാശ് സമ്പാദിക്കാൻ വേണ്ടി അന്യനാട്ടിൽ പോയി കിടക്കുന്ന ആളല്ലേ? അതുകൊണ്ട് നിന്നെ ഇപ്പോ നല്ല നിലയിൽ കെട്ടിച്ചുവിടാൻ പറ്റുന്നു. ഓടിപ്പാഞ്ഞ് നടന്ന് ജോലി ചെയ്തില്ലെങ്കിലും 4 തലമുറയ്ക്കുള്ള സമ്പാദ്യം ഉണ്ടാവും നിങ്ങൾക്ക്. പണത്തിന് ഇവിടെയും പഞ്ഞൊന്നുമില്ല രാജേട്ട. ഇത് തറവാടികളെ തമ്മിലുള്ള ബന്ധം, അതാണ് പ്രധാനം. അല്ലെങ്കിലും എനിക്ക് വേണ്ടത് പണമൊന്നും അല്ല ആന്റി. വിഷ്ണുവേട്ടനെ മുഴുവനായിട്ടും എനിക്ക് വേണം. അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്നാ ഇപ്പൊ തന്നെ ഇവനെ മുഴുവനായിട്ടങ്ങ് പതിച്ചെടുത്തോ നീ? ഞങ്ങൾ ഇവനെ അങ്ങ് വിട്ടു തന്നിരിക്കുന്നു. ശരി ശരി, സരള ഇത് 8-10 തവണയായി വിളിക്കുന്നു. മോളെ, നീ ഒന്ന് വന്നേ, സംസാരിക്കട്ടെ. ഈശ്വര, അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. വിഷ്ണുവിന്റെ സുസ്മിതയുടെയും കല്യാണം പെട്ടെന്ന് തന്നെ നമുക്ക് നടത്തണം രാഘവേട്ട. പക്ഷെ അതിനു മുൻപ് ഇവളുടെ കല്യാണം നടത്തിയിരിക്കണമെന്ന എന്റെ ഒരു തീരുമാനം. എന്റെ കല്യാണോ? അതെ, നിന്റെ 2ാം കല്യാണം. അതിപ്പോ ഒരു വാശി എനിക്ക്. അർജുന് വസുമതി കല്യാണമോ പുലകുളി അടിയന്തരമോ എന്തു വേണേലും നടത്തട്ടെ. ഇവളെ വേറൊരാളുടെ കൈപിടിച്ചേൽപ്പിച്ച നമുക്കതിനെപ്പറ്റി ടെൻഷൻ വേണ്ട. അവന്റെ കല്യാണത്തിന് മുൻപ് നടത്തണം ഇവളുടേത്. അതും എന്റെ ഒരു വാശിയാണെന്ന് കൂട്ടിക്കും. വാശിക്ക് നാശമാണെന്നാണ് അമ്മ തന്നെ എനിക്ക് പഠിപ്പിച്ചെന്ന പഴഞ്ചൊല്ല്. അമ്മ, പ്രീതി വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയാ. ഒരു 2ാം വിവാഹം എന്നൊക്കെ പറയുമ്പോ ആദ്യം ഡൈവോഴ്സ് ഒക്കെ ഓടിക്കണ്ടേ? അതൊക്കെ എളുപ്പമാക്കാന്നേ. അവർക്കും ഈ ബന്ധത്തിൽ വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ. ഫയല് ചെയ്യുന്നത് ജോയിന്റ് പെറ്റീഷൻ ആണെങ്കിൽ പരസ്പര സമ്മതപ്രകാരം കാര്യങ്ങളൊക്കെ വേഗത്തിലാവും. പിന്നെ വലിയ മിടുക്കനായ വക്കീലായിരുന്നിട്ടും മാരേജ് സർട്ടിഫിക്കറ്റ് ഒന്നും അവൻ വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ വിവാഹത്തിന് തന്നെ സാധുതയില്ലാന്ന് വേണമെങ്കിലും നമുക്ക് വാദിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഉറപ്പിച്ചോ? പ്രീതിക്ക് അവനേക്കാൾ കൊള്ളാവുന്ന ഒരു ചെറുക്കനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും ഞാൻ ആ വസുമതിക്ക്. ചാലിശ്ശേരിയിലുള്ള ഒരു ബാങ്ക് മാനേജറുടെ ആലോചന ആ മുരുകൻ ബ്രോക്കർ കൊണ്ടുവന്നിട്ടുണ്ട്. ധനസ്ഥിതിയിലും തറവാടിത്തത്തിലും നമുക്ക് തോളൊപ്പവാ. ഫോട്ടോയിൽ കാണാനും സുന്ദരൻ. സെക്കൻഡ് മാരേജ് ആണെന്നേ ഉള്ളൂ. ആദ്യ വിവാഹത്തിലെ ഭാര്യ ഒരു അപകടത്തിൽ മരിച്ചു. മറ്റു ബാധ്യതകളൊന്നും ഇല്ലതാണ്. അവനെ ഒരു ദിവസം കാണാന്ന് ഞാൻ വാക്കു പറഞ്ഞിരിക്കുക. അമ്മ എന്തൊക്കെയാ ചെയ്യുന്നേ? അവളുടെ മനസ്സിൽ നിർത്ത്. അവളുടെ മനസ്സിലെ പലതും കാണും. അത് നോക്കിയിരിക്കാൻ ഇനിയും ബുദ്ധിമുട്ടുണ്ട്. പെണ്ണ് വീട്ടിലിരുന്ന് പഴകിയ അതിന്റെ കുറവ് അച്ഛനും അമ്മയ്ക്കുവാ. നിനക്കത് പറഞ്ഞ മനസ്സിലാവില്ല, അത്ര തന്നെ. ശരി, അമ്മ കാണാതെ വീടിന്റെ പിൻവാതിൽ വരെ ഇറങ്ങി വരാൻ പറ്റുമോ പ്രീതിക്ക്? അതിപ്പോ റിസ്ക് ഉണ്ടാവും പ്രീതി. പക്ഷെ ഇനി ഇതിൽ റിസ്ക് എടുത്തേ പറ്റൂ. ശരി, പിൻവാതിൽ വരെ വരാം. പക്ഷെ ഗേറ്റിന് പുറത്ത് കടക്കണ്ടേ? പിൻവാതിൽ വരെ ഇറങ്ങി വരാന്നുണ്ടെങ്കിൽ ഗേറ്റിന് പുറത്ത് കടത്തി അർജുനേട്ടന്റെ അടുത്ത് എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വെരി ഗുഡ്.
അപ്പോ അതങ്ങനെ തന്നെ അങ്ങ് തീരുമാനിക്കാം നമുക്ക്, അല്ലേ? അല്ല, സമയം തീരുമാനിച്ചില്ല. വീട്ടില് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ലത് 9 മണി 10 മണി. അതാവുമ്പോ എല്ലാരും കിടക്കും. എങ്കിൽ ഒരു 11 ഫിക്സ് ചെയ്യാം നമുക്ക്. ഓക്കെ അല്ലേ? ഞാൻ കാറുമായി റിവർ വ്യൂ റോഡിൽ വെയിറ്റ് ചെയ്യാം. പ്രീതിയുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് എളുപ്പം എത്താലോ. അല്ല, എങ്ങോട്ടാ അപ്പൊ നിങ്ങളുടെ യാത്ര? ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്കൊന്നുമല്ല. ആദ്യം ഊട്ടി, മൈസൂർ, കൊടൈക്കനാൽ, അങ്ങനെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെയുള്ള ഒരു യാത്ര. അപ്പോഴേക്കും സെറ്റിൽ ചെയ്യാനുള്ള ഒരു സ്ഥലം ചൂസ് ചെയ്യാൻ പറ്റും. വെരി നൈസ്. അപ്പൊ മുടങ്ങിയ ഹണിമൂൺ ട്രിപ്പ് പൂർത്തിയാക്കാൻ പോവാണെന്ന് അർത്ഥം. ഹണിമൂൺ ട്രിപ്പ് എന്നല്ല, ഹണിമൂൺ പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ശാലിനി. അമ്മയുടെ ശാസനയിലും നിയന്ത്രണത്തിലും ആയിരുന്നു എല്ലാ കാര്യങ്ങളും. ഇവളെ ഇന്നുവരെ ഒരു 1 ഡേ ട്രിപ്പ് പോലും കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. അമ്മ എല്ലാത്തിനും ഓരോ തടസ്സം ഉണ്ടാക്കും. ഇവൾക്കാണെങ്കിൽ അമ്മയെ നല്ല പേടിയും. അമ്മയുടെ മുഖം കറക്കുമ്പോഴേ ഇവള് പറയും, അർജുനേട്ടാ വേണ്ട, നമുക്കത് ക്യാൻസൽ ചെയ്യാമെന്ന്. സന്തോഷമില്ലാതെ ഒരു ട്രിപ്പ് പോയിട്ട് എന്തിനാണ്? അമ്മയാണെങ്കിലോ മാരേജിന്റെ പിറ്റേ ദിവസം തന്നെ എന്നെ ജോലിക്ക് പറഞ്ഞു വിട്ട ആളാ. ഞങ്ങളൊരു മുറി കിടക്കാൻ അനുവദിച്ചതന്നെ വലിയ ഭാഗ്യമായിട്ടാ ഞാൻ കരുതുന്നത്. മാറ്റിവെച്ച സന്തോഷങ്ങളെല്ലാം തിരിച്ചു പിടിക്കണം അർജുനേട്ടാ. അപ്പോഴാ ജീവിതത്തിന് മധുരം കൂടുന്നത്. എന്തൊക്കെയാട്ടാ? ഉണ്ട്. എന്നാ വിളിച്ചിറക്കി കൊടുക്കാശാനെ. അല്ലടാ, അത് ഇങ്ങോട്ട് വന്നപ്പോ എന്തൊക്കെയായിരുന്നു? ആരടുത്തുണ്ടെങ്കിലും ലവ് ലെറ്റർ ഞാൻ കൊടുത്തിരിക്കും. ആര് കണ്ടാലും എനിക്കത് പ്രശ്നമല്ല. ചങ്കറപ്പോടെ തല ഉയർത്തി നിന്ന് ഞാൻ കൊടുക്കും. ഹോ, തള്ളു കേട്ടപ്പോഴേ ഞാൻ കരുതിയതാ അവസാനം പവനായി ശവമാവുമെന്ന്. ഒന്ന് പോടാ, ഇതൊക്കെ എല്ലാ കാമുകന്മാർക്കും ഉണ്ടാവുന്നതാ. ശരി. എവിടുന്ന്? ഞാൻ എത്ര കൊടുത്തിരിക്കുന്നു, ഒരു വിറയലും ഇല്ലാതെ. ആർക്ക്? ഒരു 10-200 പേർക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ടാരെങ്കിലും വീണ? വീഴുന്നത് ഞാനാ. അവരുടെ അച്ഛനും ആങ്ങളമാരൊക്കെ അറിയുമ്പോ ശവം. ഇവനൊക്കെ ഇതിപ്പോ എങ്ങനെയും കൊടുക്കണല്ലോ. ഇങ്ങനെ കൊടുക്കുക. ഹലോ, ഇയാളോ? എന്താ അവിടെ നിൽക്കുന്നെ? കേറി വാ. ആശാനെ വിളിച്ച്. ആശാനേ, ആശാൻ എന്താ ആശാനാ? പ്രാണസഖി വിളിച്ചാൽ പാഞ്ഞു ചെല്ലണ്ടേ? വേണ്ടടാ. ചേടാ, ഇതിപ്പോ താഴെ പോയി. ശാലിനി എനിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കംപ്ലൈന്റ് അല്ലേ ഇത്? ഒന്നുകൂടി വായിച്ചു കളയാം. സമൂഹത്തിന് ഭീഷണി, അക്രമി, എന്തൊക്കെയാണ് എഴുതി വെച്ചതെന്നൊന്ന് അറിയണമല്ലോ. ഇത് ശാലിനിക്കുള്ള എന്റെ ലവ് ലെറ്റർ ആണല്ലോ. അപ്പൊ ഞാൻ എന്താ ശാലിനിക്ക് കൊണ്ടേ കൊടുത്തേ? ഭഗവാനെ, ചതിച്ചു. എനിക്കെതിരെ ശാലിനി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി SIയുടെ കയ്യിൽ നിന്ന് മേടിച്ച ഞാൻ അത് തന്നെ ലവ് ലെറ്റർ ആന്ന് പറഞ്ഞ അവളുടെ കൈ കൊണ്ട് കൊടുത്തു. ചതി പറ്റിയല്ലോ എന്റെ ഈശ്വര. അയ്യോ, എന്തപ്പോ ചെയ്യാ? ദൈവമേ, ഇതെവിടെ? ദാസ, നീ എവിടെയാ? ഇതുവരെ കണ്ട സ്വഭാവം വെച്ചിട്ടേ അവൾ ആ SIയെ നിർത്തി പൊരിക്കുന്നുള്ളത് ഉറപ്പാ. അയാൾ അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ അത് മുകളിലേക്ക് പോവും. എന്നിട്ട് പോലീസിന് ഈ കേസ് അന്വേഷിക്കാതിരിക്കാൻ നിവർത്തിയില്ലാതെയാവും. അതിന്റെ ഇടയിൽ ഞാൻ തന്നെയാണ് സത്യഭാമയുടെ മകനെന്ന് ശാലിനി അങ്ങോട്ട് തിരിച്ചറിയും. എന്നിട്ട് പോലീസ് പരാതി ഫോളോ ചെയ്തു തുടങ്ങിയ ശാലിനിയാണ് എനിക്കെതിരെ പരാതി കൊടുത്തതെന്ന് അമ്മ അറിയും. അതോടെ ഈ കഥ ചക്ക കുഴയുന്ന പോലെ അങ്ങോട്ട് കുഴയും. അത്രയൊക്കെ കുഴപ്പങ്ങളുണ്ടല്ലോ ഇതിന്. അങ്ങനെയാണെങ്കിൽ ഉടനടി ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ. ഏട്ടത്തിയമ്മ ഇതിനകം ആ പേപ്പർ വായിച്ചിട്ടുണ്ടാവൂ. അതിന് സാധ്യത ഇല്ലടാ. ഹോട്ടലിൽ നല്ല തിരക്കല്ലേ. മുറിയിൽ മേശപ്പുറത്ത് വെക്കാൻ പറഞ്ഞിട്ടാണ് കടലാസ് അവള് ശ്യാമയുടെ കയ്യിൽ കൊടുത്തു വിട്ടത്. മിക്കവാറും അവളത് രാത്രിയിൽ തുറന്നു നോക്കാനാ സാധ്യത ഉള്ളൂ.
അതാണ് നമ്മൾക്കുള്ള ഏക പിടിവള്ളി. എന്ന് പറഞ്ഞാ ഇപ്പൊ ആശാന്റെ മനസ്സിൽ എന്താ ഉള്ളത്? മനസ്സിലൊന്നുമില്ല, പക്ഷെ ശാലിനി ആ കത്ത് വായിക്കാൻ പാടില്ല, അതാണ് ആവശ്യം. അങ്ങനെയാണെങ്കിൽ ഇനി ഇതിലൊരൊറ്റ വഴിയേ ഉള്ളൂ ആശാനെ, തികച്ചും സാഹസികമായ ഒരൊറ്റ വഴി. പറഞ്ഞോ, എന്തായാലും ചെയ്യാൻ ഞാൻ റെഡിയാ. മോഷ്ടിക്കണം. എന്തോന്ന് മോഷ്ടിക്കാനാ? അതെ, ഏട്ടത്തിയമ്മ ആ പരാതി വായിക്കുന്നതിന് മുമ്പ് ഏട്ടത്തിയമ്മയുടെ മേശപ്പുറത്ത് നിന്നും അത് മോഷ്ടിക്കണം നമ്മൾ. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? മോഷ്ടിക്കാന്നൊക്കെ പറഞ്ഞ നടക്കണ കേസൊന്നുമല്ലത്. ഉറങ്ങാൻ നോക്കിയിരുന്നാ പിന്നെ അവര് വാതിലെല്ലാം പൂട്ടില്ല ആശാനെ, പിന്നെ ഇങ്ങനെ അകത്ത് കിടക്കും, ഓട് കുളിച്ച് കയറും. അത് ശരിയാ. അപ്പൊ പിന്നെ കേറല്ലേ? ഒരു മിനിറ്റ്. ഓം മഹാഗണപതായ നമഃ. അവിഘ്നമസ്തു. മന്ത്രം. ഓക്കെടാ. കുട്ടി പോയിട്ട് വരാം. ആഹാ, ആശാൻ ഇതിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണല്ലോ. എന്നാ പിന്നെ ഞാനും റെഡിയായി കളയാം. എപ്പോ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ. വീട് നന്നാക്കാനും അമ്മയുടെ ആശുപത്രി ചെലവിനും ഒക്കെയായി ഇപ്പൊ തന്നെ 10,000 വാങ്ങിയിട്ടുണ്ട്. ഒപ്പം ഈ സർജറിക്ക് വേണ്ടി ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് കാശ് എത്ര ഇറങ്ങിയതാ. ഇതൊക്കെ ഇനി എപ്പോഴാ ഞാൻ വീട്ടിൽ തീർക്കാന്ന് ഓർക്കുമ്പോ. കടക്കാരി നീയല്ല മോളെ, ഞാനാ. എന്റെ ശാരിമോളുടെ കഴുത്തി കിട്ടേണ്ട മുറിവാ നീ ഏറ്റുവാങ്ങിയത്. അവക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ശാരദ ഇത്രയും കാലം ജീവിച്ചത് പോലും വെറുതെ ആവുമായിരുന്നു. ഒരു തരത്തില് ശാരിയുടെ അല്ല, എന്റെ ജീവൻ തന്നെയാ രക്ഷിച്ചെന്ന് ഞാൻ പറയൂ. എത്ര ജന്മം കൊണ്ട് ഞാൻ ആ കടം വീട്ടുമെന്ന് പോലും എനിക്കറിയില്ല. ഇറങ്ങട്ടെ മോളെ, നന്നായി ഭേദമായിട്ട് വന്നാ മതി. എന്നാ പോയി വരാൻ രാജി. വരട്ടെ. ശരി. മോളെ, 10,000 രൂപയുണ്ട്. അതിന് മാത്രം പൈസയൊക്കെ കിട്ടിക്കാണോ ആ ഭക്ഷ്യമേളയെന്ന്? എവിടുന്ന്? ആരോടെങ്കിലും കടമായിട്ടോ പലിശയ്ക്കോ വാങ്ങിയതാവും. അതും ആ പാവം തന്നെ പണിയെടുത്ത് വീട്ടണം. എന്നാലും പുറത്തിതാരും അറിയില്ല. അതാ കുടുംബശ്രീ ശാരദാമ്മ. കൈകൂപ്പി തൊഴേണ്ടതാ നമ്മളവരെ. ഹലോ. ഹലോ. ഈശ്വര. അല്ല, ശാലിനി എന്താ ഇവിടെ? കുറച്ച് പച്ചക്കറി വാങ്ങാൻ വന്നതാ. പറ്റുമെങ്കിൽ ഒരു സിനിമയും കാണണം. ആക്കിയതാണല്ലേ? അതെ. അമ്പലത്തിൽ എന്തിനാ ആൾക്കാർ വരുന്നത്? പ്രാർത്ഥിക്കാൻ. ഇന്ന് പ്രാർത്ഥനയുടെ കൂടെ ഒരു താങ്ക്സ് ഗിവിംഗ് കൂടെ ഉണ്ട്. അത്രേ ഉള്ളൂ. താങ്ക്സ് ഗിവിംഗ്, നന്ദി പ്രകാശനം. സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാം എളുപ്പമാക്കി തന്നേന് ദേവിക്ക് അമ്മയുടെ വക ഒരു നിറമാല. അപ്പൊ പരീക്ഷ എളുപ്പമായിരുന്നല്ലേ? അതിന് ഇയാളോട് ഒരു നന്ദിയുണ്ട് കേട്ടോ. എന്നെ സമയത്തിന് കൊണ്ടുപോയി വിട്ടോണ്ടല്ലേ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയത്. ഈശ്വര, രക്ഷപ്പെട്ട്. ഇന്നലെ വീട്ടിൽ കയറിയത് ഞാനാണെന്ന് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നല്ല സംസാരിക്കാം. ഞാനേ പോയി തൊഴുതിട്ട് വരാം. ഓ, അല്ല, ഇയാള് വരുന്നില്ലേ? ഞാൻ വരാം.
ദേവി പ്രസാദിക്കണേ. വരില്ലാന്ന് പറഞ്ഞെങ്കിലും വിഷ്ണുവേട്ടൻ വരുന്ന എനിക്കറിയായിരുന്നു. ഇതെന്താ ഏട്ടൻ എങ്ങോട്ടോ യാത്ര പോകണം തോന്നുന്നു. നീ ഇത് വെച്ചോ. ഇതെന്തിനാ ഏട്ടാ? എന്തെങ്കിലും ആവശ്യം വന്നാ ബാങ്കിൽ നിന്ന് പണം എടുക്കാലോ. അതിന് ഏട്ടൻ എവിടെ പോവാ? എനിക്ക് ചെറിയൊരു യാത്ര ഉണ്ട്. നീ ചെല്ല്. ഹലോ. പറയ്. അർജുനേട്ടാ, എല്ലാം റെഡിയാണല്ലോ അല്ലേ? അതെ. അവിടെയോ? ഞാനെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ. ഗോൾഡ് ഒന്നും എടുക്കണ്ടായിരുന്നു. അതെന്റെ അല്ലേ അർജുനേട്ടാ? അവിടെ പാർക്കും സംശയമൊന്നുമില്ലല്ലോ. ഇന്നലെ രാത്രി പാക്ക് ചെയ്തോണ്ടിരുന്നപ്പോ സുസ്മിത റൂമിലേക്ക് വന്നിരുന്നു. ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചു. ഒരു വിധത്തിൽ ഞാൻ വഴുതി മാറിയെന്ന് പറയാം. അവൾക്കിപ്പോ എന്താ രാത്രി അവിടെ കാര്യം? വിഷ്ണുവേട്ടന്റെ തോളി തൂങ്ങാൻ ഒരുങ്ങി ഇറങ്ങിയിരിക്കുക. ഇനിയിപ്പോ അവള് പോയി നിന്റെ അമ്മയോട് മറ്റോ പറയോ ബാഗ് പാക്ക് ചെയ്യുന്ന കണ്ടത്? ഏയ് അതില്ല. പറഞ്ഞില്ലേ, അവള് വേറൊരു മൂഡില. ഞാൻ പറഞ്ഞില്ലേ. ഹലോ. ഹലോ പ്രീതി. ഹലോ. കട്ടായല്ലോ. എന്താടാ ഇത്? ഇതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസമൊക്കെ ഞാൻ എന്റെ അനിയത്തിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ദേ, വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാൻ നിക്കണ്ട. നീ എന്തിനാ ഇത്രയും ബ്ലാങ്ക് ചെക്ക് ലീഫ് ഒപ്പിട്ട് കൊടുത്തെന്നാ ചോദിക്കുന്നേ? പണത്തിന് ഇനി ആവശ്യം വരുമ്പോ എന്നോട് ചോദിക്കാൻ നിക്കണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം. അപ്പോ നീ എങ്ങോട്ടോ യാത്ര പോവാണെന്ന് തോന്നുന്നു. അതെ. എവിടേക്ക്? എനിക്കൊന്ന് ഡൽഹി വരെ പോണം. ഡൽഹിയിലേക്കോ? എന്തിന്? അമ്മേ, ഞാനൊരു വക്കീല. കേസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പലയിടത്തും പോകേണ്ടി വരും. പ്രത്യേകിച്ചും ഡൽഹിയിലാണ് ഈ രാജ്യത്തിന്റെ സുപ്രീം കോടതി എന്ന് എന്റെ അമ്മയൊന്ന് മനസ്സിലാക്കണം. ഇത് അത്ര വലിയ ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊരു അമ്മയാ, നിന്റെ മാത്രമല്ല ഇവളുടെ. ഈ വീട്ടിലെ ഏക ആൺതരി നീയാ. അതുകൊണ്ട് ദൂരെ എവിടേക്കെങ്കിലും പോകുമ്പോ എവിടെ, എപ്പോ, എന്തിന്, എപ്പോ മടങ്ങി വരുമെന്ന് എനിക്ക് കറക്റ്റ്. ഗുഡ് ഈവനിങ് മാഡം. ശങ്കർ. അറിയാം. ഞാൻ ചാർജ് എടുത്ത ശേഷം വിളിച്ച മീറ്റിംഗിലൊന്നും സാറിനെ മാത്രം കണ്ടില്ല. അപ്പൊ ഞാൻ കരുതി നേരിട്ട് വന്നൊന്ന് കാണാന്ന്. എലി മലയുടെ അടുത്ത് വന്നില്ലെങ്കിലും മല എലിയുടെ അടുത്തേക്ക് വരാമെന്ന് തീരുമാനിച്ചു സാരം. ഓരോ അന്വേഷണങ്ങളുടെ തിരക്കിലായിരുന്നു മാം. അത് മനസ്സിലായി. ആ തിരക്ക് മറ്റുള്ളവർക്കും ഉണ്ട്. വിളിച്ചത് ഒഫീഷ്യൽ കാര്യങ്ങൾക്കാ, അല്ലാതെ ഇയാളുടെ കുടുംബകാര്യം ചർച്ച ചെയ്യാനോ തിരുമുഖം ദർശിക്കാനോ അല്ല. പല ദിവസങ്ങളിലും ഇയാൾ സ്റ്റേഷനിൽ ഉണ്ടാവാറില്ലെന്നും പരാതിയുമായി വരുന്ന സാധുക്കളെ പോലും വിരട്ടാറുണ്ടെന്നും പരാതിയുണ്ടല്ലോ. അങ്ങനെയൊന്നും. അതെ, സുഖകരമായ വിശ്രമ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടല്ല സർക്കാർ നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്നത്. നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനും ഇരകൾക്ക് നീതി ലഭിക്കാനും വേണ്ടിട്ടാ. അതെങ്ങനാ? മോന്തായം വളഞ്ഞാ മൊത്തം വളയില്ലേ? ബാക്കിയുള്ള പീസിമാരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? വാ അകത്തോട്ട്, ചോദിക്കട്ടെ. ഈശ്വര, ഇതാരോ പണി തന്നെയാണല്ലോ. ഇവിടെ എത്തുന്ന പരാതികൾ പരിഹരിക്കപ്പെടുന്നില്ലെന്നാണ് പൊതുജനങ്ങളുടെ പൊതുവായ പരാതി. ഫോർ എക്സാമ്പിൾ, ആ കുടുംബശ്രീ ഹോട്ടൽ തല്ലിത്തകർത്തതും അവിടുത്തെ ഒരു ജീവനക്കാരിയെ വധിക്കാൻ ശ്രമിച്ചതുമായ സംഭവം തന്നെ. അതിലെ പ്രതികളെ പിടികൂടിയത് ഇയാളുടെയും ഇവിടെയുള്ള പോലീസുകാരുടെയും ഒന്നും എടുക്കൊണ്ടല്ല. അവരെ പിടിച്ച് കയ്യിലോട്ട് തന്നിട്ടും
ആരുടെ പ്രേരണയിലാ അവരിത് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയോ തനിക്ക്? മിനിമം അവരുടെ ഫോൺ കോൾസ് എങ്കിലും ട്രേസ് ചെയ്ത് ഗൂഢാലോചനക്കാരെ കണ്ടെത്താനൊന്നും തനിക്കായില്ലല്ലോ. കൊട്ടേഷൻകാരെയാണ് പിടികൂടിയത്. അവര് വെറും പണിയായുധങ്ങളാ. നമുക്ക് വേണ്ടത് പണിയായുധങ്ങളെ അല്ല, അത് ഉപയോഗിക്കുന്ന കൈകളെയാ. അതില് വേണം വിലങ്ങണിയിക്കാൻ. അറിയാം മാം, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. എന്തോന്ന് ലെവൽ ബെസ്റ്റ്? ജസ്റ്റ് ഡു ഇറ്റ് മാൻ, പ്രൂവ് യുവർ സെൽഫ്. ആ കേസടക്കം ഇയാൾ ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം ഇവിടെ രജിസ്റ്റർ ചെയ്ത മുഴുവൻ കേസുകളുടെയും അന്വേഷണ റിപ്പോർട്ട് എന്റെ ടേബിളിന് മുകളിൽ എത്തിയിരിക്കണം വിത്തിൻ 24 hours. കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുവാ ഇയാള് ACP ഓഫീസിലേക്ക്. അപ്പൊ പറയാം ബാക്കി എന്താണെന്ന്. വല്ലാത്ത ചതിയായി പോയല്ലോ സാറേ. ഇനി ഇത്രയും കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് എങ്ങനെ ഉണ്ടാക്കാനാ? അത് 24 മണിക്കൂറിനുള്ളിൽ. എല്ലാ കുടുംബശ്രീക്കാരുടെ പണിയാ സുകുമാര, അവരെ ഇളക്കി വിട്ടത്. ഹലോ ഏട്ടാ. ശാലിനിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഞാനും കുറച്ചു നേരമായി ട്രൈ ചെയ്യുന്നു. ഫുള്ള് റിങ് ചെയ്ത് തീരാ. ചിലപ്പോ എൻഗേജ്ഡ് ആവും. എൻഗേജ്ഡ് ആവുന്നത് ചിലപ്പോ എന്റെ കോൾ റിങ് ചെയ്യുമ്പോഴായിരിക്കും. ഇനി എന്ത് ചെയ്യോട്ടാ? ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ സമയവും കഴിഞ്ഞു. ഇനി ശാലിനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷെ അടുത്ത കാലത്തും നമുക്ക് ഇതുപോലൊരു അവസരം കിട്ടില്ല പ്രീതി. നമുക്ക് എങ്ങനെയെങ്കിലും ഈ രാത്രി തന്നെ ഇറങ്ങിയേ പറ്റൂ. പക്ഷെ എങ്ങനെ ഏട്ടൻ അത് പറ. അതിന് ഒറ്റ വഴിയുള്ളൂ ഞാൻ ആലോചിച്ചിട്ട്. എന്ത് വഴി? നീ വിഷ്ണുവിനോട് പറ എന്നെ ഒന്ന് പുറത്തെത്തിക്കാൻ. അയ്യോ അത് വേണ്ട അർജുനേട്ടാ. ഇക്കാര്യത്തിൽ മാത്രം എനിക്ക് വിഷ്ണുവേട്ടനെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാ. ആദ്യം ഒരു പ്രാവശ്യം നമ്മൾ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയാ വിഷ്ണുവേട്ടൻ എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷെ അതേ വിഷ്ണുവേട്ടൻ തന്നെ പിന്നീട് പറഞ്ഞു അങ്ങനെ പോകുന്നത് ഇഷ്ടമല്ലെന്ന്. ആദ്യമപ്പോ വിഷ്ണുവേട്ടൻ എന്റെ മനസ്സറിയാൻ ശ്രമിച്ചതാണോന്നാ എന്റെ ഒരു സംശയം. അല്ലെങ്കിലും വിഷ്ണുവേട്ടന് എപ്പോഴും അമ്മയോടെ ചായ്വ് കൂടുതല്. അമ്മ വരയ്ക്കുന്ന വരയ്ക്ക് പുറത്ത് ഒരടി ചലിക്കില്ല. ആ വിഷ്ണുവേട്ടനോട് ഞാനിപ്പോ സഹായം ചോദിച്ചാ അത് കിട്ടില്ലെന്ന് മാത്രമല്ല, ചിലപ്പോ ഉപദ്രവമായി നമ്മുടെ ഈ ഒളിച്ചോട്ടം പൊളിഞ്ഞു പോകാനും മതി. അപ്പൊ ഇത്ര കാലമായിട്ടും നിന്റെ ഏട്ടനെ പറ്റി നീ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. കൊള്ളാം. ഹലോ. ഹലോ. വിഷ്ണുമോനെ, ഇത് ടൗൺ സ്റ്റേഷനിൽ നിന്ന് PC സേതുമാധവനാ. പറയണ സാറേ, എന്താ ഈ നേരത്ത്? മോന് പരിചയമുള്ള ആ കൊച്ചില്ലേ, കുടുംബശ്രീ ശാരദയുടെ മകൾ, ആ ശാലിനി. അതിനെ ഇവിടെ ലോക്കപ്പിൽ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുക SI. എന്ത്? എന്താ വിഷ്ണുവേട്ടാ? എന്താ കാരണം? എന്താ? ആ കൊച്ചൊരു FIR സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നതാ. എതിർകക്ഷിയുടെ കയ്യിൽ നിന്ന് കൈമടക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു SI. ശാലിനി അയാളുമായി ഉടക്കായി. ഒടുവിൽ SI ശാലിനിയെ പിടിച്ച് ലോക്കപ്പിലിട്ടു. സെല്ലിന്റെ താക്കോലുമായിട്ട് അയാളെ പോവുകയും ചെയ്തു. ഓഹോ, അത് ശരി. സാറ് ഫോൺ വെച്ചോ, ഞാൻ വേണ്ട ചെയ്തോളാം. ശരി. എന്താ വിഷ്ണുവേട്ടാ? ഒന്നുമില്ല, എനിക്കൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. നീ എവിടെയത്?
ഗേറ്റ് തുറന്നിറങ്ങി വാ. ഒരു അബദ്ധം പറ്റി അർജുനേട്ടാ. പെട്ടെന്നിറങ്ങിയപ്പോ ഗേറ്റ് പൊട്ടുന്ന താക്കോല് കയ്യിൽ നിന്ന് വീണുപോയി. തെരഞ്ഞിട്ട് കിട്ടിയുമില്ല. എന്നാ സ്പെയർ കീ എടുക്കായിരുന്നില്ലേ? അതൊക്കെ അമ്മയുടെ റൂമിലാട്ടാ. അപ്പോ പുറത്തിറങ്ങാൻ വഴിയില്ലെന്നാണോ നീ പറയുന്നത്? ഇവിടെയാണെങ്കിൽ ഒരു ഏണി ഇരിപ്പുണ്ട്. ഞാൻ അതുവഴി ഇറങ്ങാന്നാ വിചാരിക്കുന്നത്. അതൊക്കെ നിനക്ക് ഒറ്റയ്ക്കെടുത്ത് പൊക്കാൻ പറ്റുമോ? ശരി, ഏതായാലും ഇത്ര ആയില്ലേ, ഞാൻ അങ്ങോട്ട് വരാൻ നോക്കാം. എങ്ങനെ വരാൻ? ഞാൻ മതിൽ ചാടും. മതില് ചാടാനോ? കുഴപ്പമില്ല, അത്യാവശ്യം മതിലാട്ടമൊക്കെ എനിക്ക് വശമുണ്ട്. പട്ടിയുടെ കുര കേൾക്കുന്നുണ്ടല്ലോ. അത് കൂട്ടിലുള്ളില്ല, ടെൻഷനൊന്നും വേണ്ട. ശരി, ഞാൻ ദാ വരുന്നു. പ്രീതി, വാ. വാ, കേറ്. പ്രീതി, കേറ് വേഗം. നായ്ക്കൾ വല്ലാതെ കുരയ്ക്കുന്നുണ്ടല്ലോ. അത് കുഴപ്പമായി. പ്രീതി, അർജുനേട്ടാ പോ, ഇനി ഒന്നും നടക്കില്ല. പ്രീതി, അവിടെ ആരോ ഉണ്ട്. വല്ല കള്ളനും മറ്റുമാണോ? പോ അർജുനേട്ടാ, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ദിവസം. പ്രീതി, നിന്നെ ഇവിടെ വിട്ടിട്ട്. പിളച്ചേട്ടാ, ആ പട്ടിയുടെ കൂടെ അങ്ങ് തുറന്നു വിട്ടേ. ശരി സത്യാമ്മ. എന്നെ കുറിച്ച് അർജുനേട്ട പേടിക്ക.